സിജി മാം, ലയൽ ഡിസൈനേഴ്സിനെ പറ്റി പറയുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ടേൺ കീ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാണ്. എന്താണ് ഈ ടേൺ കീ പ്രൊജക്റ്റ്? രാജേഷ്, ടേൺ കീ പ്രൊജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു വീട് പണി എന്ന് പറയുമ്പോൾ രാജേഷ് അറിയാം ഒരുപാട് സർവീസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ മൾട്ടിപ്പിൾ വെൻഡേഴ്സിനെ സോഴ്സ് ചെയ്യേണ്ടതുണ്ട്, മെറ്റീരിയൽ സോഴ്സിംഗ് ഉണ്ട്, ഡിസൈനിങ്, എക്സിക്യൂഷൻ, ഇതെല്ലാം കൂടെ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അതിനുവേണ്ടി ഞങ്ങളൊരു സിംഗിൾ പോയിന്റ് സൊല്യൂഷൻ എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ടേൺ കീ പ്രൊജക്റ്റിൻ്റെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ബഡ്ജറ്റ് ഉള്ള മീൻസ് നമുക്ക് ബഡ്ജറ്റ് കൺസേൺ ഉള്ള വീടുകൾ, ഇപ്പം മീഡിയം ലെവലിലുള്ള വീടുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പ്രൊജക്റ്റ് നമുക്ക് ഓക്കെ ആണ്. അതെ, ഏത് ബഡ്ജറ്റിലുള്ളവർക്കും ഈ ടേൺ കീ പ്രൊജക്റ്റ് സ്യൂട്ടാണ്. ഈ ടേൺ കീ പ്രൊജക്റ്റിൽ എന്തെല്ലാം സർവീസുകൾ ഇതിൻ്റെ അകത്താണ്? ഇപ്പം പ്രത്യക്ഷത്തിൽ ഒരാൾക്ക് കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു വാക്ക് കേൾക്കുന്ന ആൾക്ക്, ഇത് ഈ മേഖലയിലുള്ളവർക്ക് ഈ വാക്ക് സുപരിചിതമായിരിക്കും. പക്ഷേ അല്ലാത്ത ഒരാൾക്ക് ഈ വാക്ക് അത്രമാത്രം കേട്ടുപരിചയം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ടേൺ കീ പ്രൊജക്റ്റ്, അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡാണ്? നമ്മളിപ്പോൾ പറയുന്നുണ്ട് ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് പറയാമോ? എന്തെല്ലാം ഡിവിഷൻസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്? തീർച്ചയായിട്ടും രാജേഷ്, ഇപ്പം ഫോർ എക്സാമ്പിൾ രാജേഷ് ഒരു പ്ലോട്ടുണ്ട്, രാജേഷിന് വീട് പണിയാനായിട്ട് രാജേഷ് ലയൽ ഡിസൈനേഴ്സിനെ വന്നിരിക്കട്ടെ. അപ്പോൾ രാജേഷിന് ഒരു ഐഡിയ ഉണ്ടാവും, എന്താണ്, ഏതൊരു കൺസെപ്റ്റിലാണ് വീട് വേണ്ടത്, മോഡേൺ ആണോ, ട്രഡീഷണൽ ആണോ, അതോ കണ്ടംപററി ആണോ, അല്ല കൊളോണിയൽ സ്റ്റൈലാണോ, ഏതാണ് രാജേഷിനൊരു ടേസ്റ്റ് ഉണ്ട്, അതിന് ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കും. ഞങ്ങൾക്ക് കസ്റ്റമർ ഫസ്റ്റാണ് നമുക്ക് ആദ്യം. കാരണം അവർ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മളെപ്പോഴും വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരിക്കലും അവരെ ഒന്നും അടിച്ചേൽപ്പിക്കില്ല. കാരണം അവരുടെ ഇഷ്ടങ്ങളെ നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് 2-3 പ്രാവശ്യം നമ്മൾ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്യും, അതാണ് ആദ്യത്തെ ഒരു പ്രൊസീജിയർ. നമ്മുടെ തന്നെ സിവിൽ എഞ്ചിനീയർ പോയി സൈറ്റ് വിസിറ്റ് ചെയ്യും, ലൊക്കേഷൻ മനസ്സിലാകും, വീണ്ടും നമ്മൾ ഒരു മീറ്റിംഗ് ഓഫീസിൽ വെച്ചുണ്ടാകും. അവർക്ക് അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇപ്പോൾ ഹസ്ബൻഡ്, വൈഫ്, മക്കൾ, അവരുടെ എന്തെല്ലാം ഇഷ്ടങ്ങളുണ്ട് അതിനെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഫ്ലോർ പ്ലാൻ റെഡിയാക്കുന്നത്. ഫ്ലോർ പ്ലാൻ റെഡിയാക്കിയതിന് ശേഷവും ഈ പറഞ്ഞ നമ്മുടെ ആ സ്പേസ് പ്ലാനിങ് എല്ലാം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ തന്നെ അവരുടെ റിക്വയർമെൻറ്റ്സ്, അപ്പോൾ ഇത് ചെയ്തിട്ട് ഒരു റിവിഷൻ 1-2 റിവിഷൻ ഒരു പക്ഷേ വന്നേക്കാം. പിന്നെ അതിനുശേഷം ഞങ്ങൾ നമുക്ക് പെർമിറ്റ് എടുക്കാനുണ്ട്, ലീഗൽ എല്ലാ പ്രൊസീജിയറും ഞങ്ങൾ ചെയ്യുന്നു. നമ്മൾ ഈ പിന്നെ മറ്റ് ഡോക്യുമെൻറ്റുകൾ റെഡിയാക്കുന്നതും പേപ്പർ വർക്കുകളെല്ലാം തന്നെ നമ്മൾ ചെയ്യും. എല്ലാം കംപ്ലീറ്റ് ഞങ്ങൾ തന്നെയാണ്. അവരുടെ ഡീഡ്സ്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് തന്നാൽ മാത്രം മതി. അതിൻ്റെ അകത്ത് ലീഗൽ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ വേണം അത് അവർ തരും, ഞങ്ങൾ ഏൽപ്പിക്കും. ഞങ്ങളാണ് ഇപ്പോൾ പഞ്ചായത്താണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും എല്ലാം നമ്മളാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നീക്കുന്നത്. ഇപ്പം എല്ലാം ഓൺലൈനാണ്, അതെല്ലാം നമ്മൾ ഓൺലൈനിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ഒരു വിധത്തിലും കസ്റ്റമർ ഒരു ഹെഡേക്ക് ഉണ്ടാകാൻ നമ്മൾ മാക്സിമം അനുവദിക്കത്തില്ല. പിന്നെ ചില കേസസിൽ അവർക്ക് ലോക്കൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് നമ്മൾ എടുക്കും. കാരണം ചില ഏരിയകളിലൊക്കെ അങ്ങനെയാണ്, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കേൾക്കത്തില്ലാത്ത അതോറിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ലോക്കൽ ആൾക്കാരുടെ ഹെൽപ്പ്, അതായത് അവരുടെ റിലേറ്റീവ്സോ അവരുടെ സർക്കിളിലുള്ളവരിൽ തന്നെ നമ്മുടെ ഹെൽപ്പ് എടുക്കാറുണ്ട്. ഞങ്ങൾ അവരുടെ ഹെൽപ്പ് എടുക്കാറുണ്ട്. പിന്നീട് മുമ്പോട്ട് പോയിട്ട് ഞങ്ങൾ ഈവൻ എല്ലാ ഫൗണ്ടേഷൻ്റെ തൊട്ട് എല്ലാ വർക്കുകളും സ്ട്രക്ചറൽ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവരുടെ എല്ലാ ഡ്രോയിങ്ങുകളും കംപ്ലീറ്റ് ആക്കും. സ്ട്രക്ചറൽ ഡ്രോയിങ്, ഡീറ്റെയിൽ ഡ്രോയിങ്, നമ്മൾ ഈ പ്ലാന് അപ്രൂവലിന് കിട്ടുന്ന പ്ലാനിനല്ല വർക്കിംഗ് ഡ്രോയിങ് വേറെയാണ്, അപ്രൂവൽ ഡ്രോയിങ് വേറെയാണ്. ഇത് രണ്ടും നമ്മൾ തന്നെ, നമ്മുടെ ഡിസൈനേഴ്സ് തന്നെ, നമ്മുടെ എഞ്ചിനീയേഴ്സ് തന്നെയാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് 3 സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. സ്ട്രക്ചറൽ ഡ്രോയിങ് എല്ലാം അവരാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനനുസരിച്ച് നമുക്ക് സൈറ്റ് സൂപ്പർവൈസർ, സൈറ്റിലെ എക്സിക്യൂഷൻ ഉണ്ട്, മെയിൻ എഞ്ചിനീയർ ഉണ്ടാവും. അത് വൺസ് ഇൻ എ വീക്ക് പോയി എല്ലാം എക്സിക്യൂട്ട് ചെയ്യും. കൂടാതെ തന്നെ സൈറ്റിലൊരു സൂപ്പർവൈസർ, സിവിൽ സൈറ്റിൽ സൂപ്പർവൈസർ ഉണ്ടാകും. അവിടെ നിന്ന് ഞങ്ങൾ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഫ്ലോറിങ്, പെയിൻറ്റിങ്, അങ്ങനെ തുടങ്ങി എല്ലാ സർവീസുകളും ഞങ്ങൾ തന്നെ സർവീസും ചെയ്ത് എക്സിക്യൂഷനും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഇൻറ്റീരിയറിൻ്റെ ഡിസൈനിങ്ങും സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴും കസ്റ്റമറിൻ്റെ സെലക്ഷനാണ് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർക്കിപ്പം ഫ്ലോറിങ്ങിൻ്റെ എന്താ വരുന്നത്, എന്തൊക്കെയാണ് അവർക്ക് ഫിനിഷ് മെറ്റീരിയൽ വേണ്ടത്, ഇതെല്ലാം അവരെ കൊണ്ട് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്യിപ്പിക്കും. ഞങ്ങൾ കൂടെ ഉണ്ട്, എപ്പോഴും അവർക്ക് വേണ്ട എല്ലാ സർവീസും കൊടുക്കാൻ തന്നെ ഞങ്ങൾ കൂടെ ഉണ്ട്. ടൈൽ സെലക്ഷൻ ആയിക്കോട്ടെ, മെറ്റീരിയൽ സെലക്ഷൻ ആയിക്കോട്ടെ, ഞങ്ങളുടെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയൽസും കോർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇൻറ്റീരിയറിന് വേണ്ട ഇന്നത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈല്, സാനിറ്ററി വെയർ, അതെല്ലാം ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഇന്ന് എത്രയും നല്ല ബ്രാൻഡഡ് ആണ്, അവർക്ക് ഏത് ബ്രാൻഡാണ് വേണ്ടത് അത് ഞങ്ങൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് എല്ലാ ഷോപ്പുകളിലും കൊണ്ടുപോയി അവരുടെ ഇഷ്ടത്തിനൊത്ത് നമ്മളതെല്ലാം ചൂസ് ചെയ്യുകയും ചെയ്യും. ഇനി ചിലർക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഞങ്ങൾ പറയും. അപ്പം ഞങ്ങളുടെ അഡ്വൈസും കൂടെ അവരെടുക്കാറുണ്ട്. അപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അവർക്കും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവരത് അംഗീകരിക്കുന്നതാണ് കൂടുതലും കസ്റ്റമർ ചെയ്യാറുള്ളത്.
അപ്പോൾ അങ്ങനെ എല്ലാ സർവീസസും ഞങ്ങൾ ചെയ്ത് അവർക്ക് കീ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കും. ഈവൻ അവർ സത്യം പറഞ്ഞ ചില ക്ലയൻസ് ഉണ്ട് ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് ഹൗസ് വാമിങ്ങിൻ്റെ തലേദിവസം വരെ വരുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഈവൻ പൂജയ്ക്ക് വേണ്ട ഇഷ്ടിക വരെ ഒരുക്കി വെച്ച് കൊടുക്കുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ സർവീസും എപ്പം വിളിച്ചാലും ഞങ്ങൾ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ 2-3 ഡേയ്സിനുള്ളിൽ ഞങ്ങളവിടെ സ്പോട്ടിലുണ്ടാകും. അല്ല നമുക്ക് അന്ന് തന്നെ എത്തണമെങ്കിൽ അന്ന് തന്നെ ഞങ്ങൾ എത്തി ആഫ്റ്റർ സർവീസ് നമുക്കുണ്ട്. ഒരു 10 വർഷം വരെ ഞങ്ങൾ സർവീസ് ഫ്രീ സർവീസ് കൊടുക്കും. ഈ സർവീസ് നമ്മൾ കൊടുക്കുന്നത് അത് പെയ്ഡ് ആണോ അതോ അതെങ്ങനെയാണ്? ഇല്ല, ഇപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സാനിറ്ററി വെയർ ആയി അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്റ്റ് കമ്പനികൾ തരുന്ന കറക്റ്റ്. ഇപ്പോൾ ലൈറ്റ് ഒക്കെ ആണെങ്കിൽ കമ്പനി ഇപ്പോൾ പറയാം അവർക്ക് റീപ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് എടുക്കും. അങ്ങനെയുള്ളൊക്കെ പ്രോഡക്റ്റ് ഡിപ്പെൻഡ് ആണെങ്കിൽ ആ ബ്രാൻഡ് അവർ തരുന്ന സർവീസ് ആയിരിക്കും. ബാക്കി ഞങ്ങളുടേതായിട്ടുള്ള മേക്കിംഗ് എല്ലാം ഞങ്ങൾ തന്നെ റീപ്ലേസ് ചെയ്യും. ഇൻറ്റീരിയർ ആണെങ്കിൽ ഞങ്ങളുടെ മാനുഫാക്ചറിങ് തന്നെയാണ് മേക്കിങ്. അപ്പോൾ അത് ഞങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും റീപ്ലേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ റീപ്ലേസ് തന്നെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അതിലെനിക്ക് അഭിമാനമുണ്ട്. ആഫ്റ്റർ സർവീസിംഗ് എന്ന് പറയുന്ന വീടുകളുടെ കാര്യത്തിലേക്ക് നമ്മൾ അങ്ങനെ കേട്ടുകഴിവുള്ള കാര്യമല്ല പൊതുവേ. ആഫ്റ്റർ സർവീസ് കൊടുക്കേണ്ട ആവശ്യം, കാരണം ഒരു 1 ഇയർ വരെ എല്ലാവരും ഗ്യാരണ്ടി വാറണ്ടി പറഞ്ഞാൽ അതിൽ നിന്നൊന്നും ആകില്ല. ഒരു 10 ഇയറിനുള്ളിൽ ഞങ്ങൾ ആഫ്റ്റർ സർവീസ് കൊടുക്കുന്നത്. 10 വർഷം എന്ന് പറയുമ്പം ഇത്രയും ദീർഘമായ ഒരു കാലയളവ് നമുക്ക് കൊടുക്കാൻ പറ്റുകയെന്ന് പറയുന്നത് നമ്മളുടെ പ്രോഡക്റ്റിലുള്ള ഒരു വിശ്വാസം തന്നെയാവാം. തീർച്ചയായിട്ടും. കാരണം നമ്മൾ അവരോട് കൂടെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആവുകയാണ് അവർ. അപ്പം നമ്മുടെ വീട് എങ്ങനെയാണ് അതേപോലെ തന്നെ അതിനെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ലയൽ ഡിസൈനേഴ്സിനാണ്. അതാണ്. ഓക്കെ.